വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെയത്രയും ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി തൂർണം ധരിക്കുന്നു വേറെ ദേഹം. ആത്മാവെ അഗ്നി ദഹിപ്പിക്കില്ല, ആത്മാവലിഞ്ഞു പോകുന്നതല്ല. ആത്മാ ജനിച്ചു മരിക്കുമെന്നാണ് ആത്മാവിൽ നീ കരുതുന്നതെങ്കിൽ തിണ്ണം ജനിച്ചവൻ ജാകുമെന്നും തിണ്ണം മരിച്ചവൻ ജാതനെന്നും നന്നായി അറിഞ്ഞു നീ സ്വസ്വധർമ്മം സംശയം കൂടാതെ ചെയ്യുകയെല്ലാം. കർമ്മം ചെയ്യുവാൻ അധികാരി നീയാം, കർമ്മഫലം അതിലോർത്തിടൊല്ല. കർമ്മഫലത്തിനു ഹേതുവായോ കർമ്മം ചെയ്യാതെയോ വാണിടൊല്ല. 10 ഇന്ദ്രിയങ്ങളും കീഴടക്കി ഒത്ത മനസ്സും ഏകാഗ്രമാക്കി പുണ്യപാപങ്ങൾ ഉപേക്ഷിച്ചിട്ട് തുല്യബുദ്ധിയോടെ വാണിടേണം. കർമ്മഫലത്തിനു മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക ഈശാർപ്പണമായി. ഇങ്ങനെ ഓരോരോ തത്വമോദി ഭംഗിയാൽ പാർത്ഥനെ ബുദ്ധനാക്കി വിശ്വാസം കൂടുവാൻ ദേവദേവൻ വിശ്വരൂപം കാട്ടി നിന്നു തേരിൽ. എല്ലാറ്റിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം. നൂലിൽ മണികൾ പോലെ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതാണ് ഓർത്തിടേണം. സാക്ഷാൽ ഭഗവാനിൽ നിന്നിവണ്ണം തത്വാർത്ഥമെല്ലാം ഗ്രഹിച്ച നേരം. ഭക്തപ്രിയ കരുണാംബുരാശേ, വക്തവ്യമല്ലാത്ത വൈഭവമേ, താവകാനുഗ്രഹം ഹേതുവായൻ ശോകമോഹങ്ങളകന്നുവല്ലോ. പങ്കജനാഭ, നിന്നാജ്ഞ പോലെ ശങ്ക കൂടാതെ ഞാൻ ചെയ്തു കൊള്ളാം. യുദ്ധം പറഞ്ഞെഴുന്നേറ്റു വേഗം പാർത്ഥൻ സ്വധർമ്മം നടത്തിക്കൊണ്ടാൻ. ദുര്യോധനാദി ശത്രുക്കളെയും നിഗ്രഹം ചെയ്തു ജയം വരുത്തി. ഒന്നു ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണ്ണമാക്കി. എങ്ങു യോഗേശ്വരൻ കൃഷ്ണനുണ്ടോ, എങ്ങോ ധനുർധരൻ പാർത്ഥനുണ്ടോ, അങ്ങോ വിജയ ശ്രീമംഗളങ്ങൾ തങ്ങുമീ മന്ത്രം ജപിച്ചുകൊള്ളുവിൻ. ശ്രീശൻ ഭഗവാന്റെ ഗീതവേഗം ലേശം വിടാതെ പഠിച്ചുകൊള്ളുവിൻ. ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങിക്കാണാം. ഗീതാപാഠം ചൊല്ലിക്കേട്ടുവെന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും സർവചരാചരങ്ങൾക്കിതിനാൽ സർവത്ര മംഗളം വന്നിടട്ടെ.